ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അടുത്തതായി എന്താണ് മാറാൻ പോകുന്നത്, കൂടാതെ നിങ്ങൾ ഏറെ നാളായി കാത്തിരിക്കുന്ന ഒരു ആൻസർ നിങ്ങൾക്ക് ലഭിക്കുമോ എന്നതാണ്. ചില കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടാകാം. ഒരു വ്യക്തിയുടെ ഫീലിംഗ്സ് എന്താണെന്നറിയാതെ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കാം. ഈ സന്ദേശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായും ശാന്തമാക്കുക. ബാഹ്യമായ എല്ലാ കോലാഹലങ്ങളിൽ നിന്നും നിങ്ങളുടെ ശ്രദ്ധയെ ഉള്ളിലേക്ക് തിരിക്കുക. ഇതൊരു ജനറൽ ടൈംലെസ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദേശം നിങ്ങളുടെ മുന്നിൽ എപ്പോൾ എത്തിച്ചേരുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ജീവിതവുമായി ഇത് പൂർണ്ണമായും കണക്റ്റ് ആകാൻ തുടങ്ങും. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായും ശാന്തമാക്കുക. ഏതൊരു കാര്യവും നിർബന്ധപൂർവം നമ്മൾ വലിച്ചെടുപ്പിക്കേണ്ടതില്ല. പ്രപഞ്ചത്തിൻ്റെ ഒഴുക്കിനൊപ്പം പോസിറ്റീവായി സഞ്ചരിക്കാൻ നിങ്ങളുടെ മനസ്സിനെ ഈ നിമിഷം പാകപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ കുറേയധികം തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഈ നിമിഷം മുതൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന പോസിറ്റീവ് എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സ് ഒരുമിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നൊരു കൺഫ്യൂഷൻ ഫേസ് അവസാനിച്ച് ക്ലാരിറ്റി വരാൻ പോകുന്നു എന്നൊരു സ്ട്രോങ് മെസ്സേജാണ് കാണുന്നത്. കഴിഞ്ഞ കുറച്ച് സമയമായി നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചിന്തകളും ഡൗട്ട്സും ഉണ്ടായിരുന്നിരിക്കാം. പുറത്ത് നിങ്ങൾ സ്ട്രോങ് ആയി നിൽക്കുമ്പോഴും ഉള്ളിൽ പല കാര്യങ്ങളും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടാകാം. പ്രത്യേകിച്ച് ഒരു വ്യക്തിയെയോ ഒരു റിലേഷൻഷിപ്പിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചോ ഒരു ക്ലിയർ ആൻസർ കിട്ടാത്ത അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ആ സിറ്റുവേഷൻ ഇനി സ്ലോലി മാറാൻ പോവുകയാണ്. നിങ്ങളുടെ ഫീലിങ്സ് വളരെ ഡീപ്പാണ്. നിങ്ങളൊരാളെ സത്യമായി കെയർ ചെയ്യുമ്പോൾ അത് ഹാഫ് ഹാർട്ടഡായി അല്ല, മുഴുവൻ മനസ്സോടെയാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ മറ്റുള്ളവരുടെ ബിഹേവിയർ നിങ്ങളെ കൂടുതൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാകാം. ഈ കാർഡ്സ് പറയുന്നത് ഇമോഷൻസിനേക്കാൾ ഇനി ക്ലാരിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സമയമാണ് എന്നാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു പേഴ്സൺ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ അവസാനിച്ചു എന്ന് കരുതിയ ഒരു കാര്യം വീണ്ടും സംസാരിക്കപ്പെടാം. ഒരു കോൺവെർസേഷൻ, ഒരു മെസ്സേജ്, ഒരു അൺഎക്സ്പെക്റ്റഡ് കോൺടാക്റ്റ്, എന്തെങ്കിലും ഒരു അവേക്കനിങ് ഉണ്ടാകാം. അതോടൊപ്പം നിങ്ങളുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി വരാനുള്ള എനർജിയും വളരെ ശക്തമാണ്. ഇതുവരെ കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതുപോലെ തോന്നിയിരുന്നെങ്കിൽ ഇനി കാര്യങ്ങൾ നിങ്ങളുടെ കൺട്രോളിലേക്ക് വരാൻ തുടങ്ങും. പ്രത്യേകിച്ച് ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇമോഷണൽ സിറ്റുവേഷൻ ആണെങ്കിൽ ഇവിടെ പറയുന്നത് വെറും അട്രാക്ഷൻ അല്ല, ഡീപ്പ് ഫീലിങ്സ് പ്ലസ് ഇമോഷണൽ മെച്യൂരിറ്റി ഉള്ള ഒരു കണക്ഷനാണ് കാണുന്നത്. ഒരാൾ തൻ്റെ ഫീലിങ്സ് തുറന്നു പറയാൻ വൈകിയിട്ടുണ്ടെങ്കിൽ പോലും ആ വ്യക്തിക്ക് ഉള്ളിൽ ഫീലിങ്സ് ഇല്ല എന്നല്ല ഈ കാർഡ്സ് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് മെസ്സേജ് ഉണ്ട്. നിങ്ങൾ പഴയ ഫിയറുകളിലും ഡൗട്ട്സിലും കുടുങ്ങി നിൽക്കരുത്. കാരണം ഈ സ്പ്രെഡിൻ്റെ അവസാനം വന്നിരിക്കുന്ന എനർജി വളരെ പോസിറ്റീവാണ്. ഒരു ട്രൂത്ത് പുറത്തു വരും, ഒരു ഡിസിഷൻ ഉണ്ടാവും. അതിനുശേഷം മനസ്സിന് വലിയ റിലീഫ് ലഭിക്കും. നിങ്ങൾ ഏറെ നാളായി കാത്തിരുന്നൊരു ആൻസർ കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു സിറ്റുവേഷനെ കുറിച്ച് ഇനി എന്താകും എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ അടുത്ത ഘട്ടത്തിൽ കാര്യങ്ങൾ കൂടുതൽ ക്ലിയർ ആകും. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും അത് സംഭവിക്കുക. അവസാനം വരുന്ന എനർജി പറയുന്നത് ഹാപ്പിനെസ്, സക്സസ്, ക്ലാരിറ്റി, പോസിറ്റീവ് ഔട്ട്കം എന്നിവയാണ്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഫേസ് ഡിഫിക്കൽട്ടായി തോന്നുന്നുണ്ടെങ്കിൽ അതിനെ ഫൈനൽ റിസൾട്ടായി കാണേണ്ടതില്ല. ഇതൊരു ട്രാൻസിഷനാണ്. ഇരുട്ടിന് ശേഷം വെളിച്ചം വരുന്നത് പോലെ ഇപ്പോഴത്തെ കൺഫ്യൂഷൻ കഴിഞ്ഞ് നിങ്ങൾക്കൊരു പുതിയ ക്ലാരിറ്റി ലഭിക്കും. നിങ്ങളുടെ കോൺഫിഡൻസ് തിരികെ വരും. നിങ്ങളുടെ മനസ്സിന് പീസ് ലഭിക്കും. ഒരു ഇമ്പോർട്ടൻ്റ് ട്രൂത്ത് നിങ്ങൾ മനസ്സിലാക്കും. അതിനുശേഷം നിങ്ങളെടുക്കുന്ന തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് കാരണമാകാം. ഈ റീഡിങ്ങിൻ്റെ ഓവറോൾ മെസ്സേജ് വളരെ സിമ്പിളാണ്. നിങ്ങൾ നഷ്ടപ്പെടുന്നു എന്ന് കരുതിയ ഒരു കാര്യം അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ നിങ്ങളിലേക്ക് തിരികെ വരാം, അല്ലെങ്കിൽ
അതിലും നല്ലൊരു പുതിയ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാം. പഴയ ഫിയർ വിട്ടുകളയൂ. യുവർ കൺഫ്യൂഷൻ ഇസ് എൻഡിങ്, യുവർ ക്ലാരിറ്റി ഈസ് കമ്മിങ് ആൻഡ് ദ മച്ച് ബ്രൈറ്റർ ഫേസ് ഇസ് ബിഗിനിങ്. ഈ മെസ്സേജ് നിങ്ങളുമായി റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു സൈനായി സ്വീകരിക്കാം. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് വലിയൊരു പോസിറ്റീവ് ഊർജം തന്നിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കാരണം നിങ്ങൾ മറ്റൊരാളുടെ ഊർജം ഉയർത്തുമ്പോൾ പ്രപഞ്ചം നിങ്ങളുടെ ഊർജം 100 മടങ്ങ് വർദ്ധിപ്പിച്ച് തിരികെ നൽകും. നിങ്ങളുടെ ചിന്താഗതിയും ഭാവിയും ആത്മാവും മാറ്റാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള നമ്മുടെ സക്സസ് മന്ത്ര ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അത്ഭുതകരമായ അറിവുകളുമായി വീണ്ടും കാണാം. സമൃദ്ധിയിൽ ജീവിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. നന്ദി, നമസ്കാരം.